കൊച്ചു പ്രായത്തിൽ ഉണ്ടാക്കി കൊടുത്ത ഒരുവിധ മധുരപ്പൊങ്കൽ. ഇത് തമിഴ്നാട്ട് സ്റ്റൈലാണേ. അപ്പോൾ ഞാനത് മലയാളത്തിൽ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ നോക്കാം. ഈ കപ്പിൻ്റെ മെഷർമെൻറ്റ് കൊണ്ടാണ് ഞാൻ 1 കപ്പ് പച്ചരിസി, പിന്നെ അതിൻ്റെ 1/4 കപ്പ് അലക് തുകലില്ലാത്ത പരിപ്പില്ലേ അത്, പിന്നെ 2 കപ്പ് ഉണ്ട ശർക്കര, നെയ്യ്, 10 അണ്ടിപ്പരിപ്പ്, 10 മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്ത പച്ചരിയും അലകും ചേർത്ത് 1/4 കപ്പില്ലേ അത് രണ്ടും കൂടെ ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഇതുപോലെ അങ്ങ് നിറുടി അങ്ങ് കഴുകി ആ വെള്ളം കളയണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, അതിൻ്റെ അഴുക്കുകളെല്ലാം പോകാൻ വേണ്ടിയാണ്. ഇപ്പം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് കുതിർത്ത് വെക്കണം. കുതിർക്കാൻ 20 മിനിറ്റ് വെക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പൊങ്കലെന്ന് പറയുന്നത് കുഴഞ്ഞിരുന്നാലേ അതിൻ്റെ കഴിക്കാൻ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ അത് ഒരു കുക്കറിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഏത് കപ്പിലാണ് നമ്മൾ അരി എടുത്തതെന്ന് വെച്ചാൽ ആ കപ്പിൽ തന്നെ 5 കപ്പ് വെള്ളം അല്ലെങ്കിൽ 6 കപ്പ് വെള്ളം ഒഴിക്കണം. ഞാൻ 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ചിലർക്ക് ഒത്തിരി ഇത് എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് രണ്ടും കൂടെ നല്ലപോലെ കുഴഞ്ഞ് വരാനാണ്. ചിലർക്ക് ഒരുപാട് കുഴയുന്നത് ഇഷ്ടമല്ലായിരിക്കും. ഒത്തിരി അങ്ങ് കുഴയുന്നത് ഇഷ്ടമില്ലാത്തവർ 5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ ഈ കപ്പിന് എടുത്തതിന് തന്നെ ഈ കപ്പിന് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇത് അടുപ്പത്ത് വെച്ചിട്ട് വിസിൽ ഇട്ട് കുക്കർ അടച്ച് വിസിലിടണം. വിസിൽ 5 തൊട്ട് 6 വിസിൽ വെക്കണം. അതുപോലെ ഞാൻ പറയുക, നിങ്ങൾക്ക് 5 വിസിൽ മതിയെങ്കിൽ 5 വിസിൽ അങ്ങ് വെച്ചാൽ മതി. 6 വിസിൽ വെക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒത്തിരി കുഴഞ്ഞിരുന്നാൽ ഞങ്ങൾ കൊച്ചിലെ അങ്ങനെ കഴിച്ച് ശീലമായതുകൊണ്ട് അങ്ങനെ ഇരുന്നാലാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതിൻ്റെ ടേസ്റ്റ് കഴിച്ച് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ പറയുന്നേക്കാട്ടിലും. ഇപ്പോൾ ഉണ്ട ശർക്കര ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ രണ്ടും കൂടെ അടുപ്പത്ത് വെച്ച് നല്ലപോലെ കിളറി ഇളക്കി കൊടുക്കണം. ഈ തവി കൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴേ ഈ ഉണ്ട ശർക്കര വെള്ളത്തിലോട്ട് നല്ലപോലെ അലിഞ്ഞ് വരത്തുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് പാകുപദം ഒന്നും നമുക്ക് വേണ്ട. കമ്പിപ്പദമോ പാക് അങ്ങനത്തെ രീതി ഒന്നുമില്ല. ഇത് നല്ലപോലെ മെൽറ്റായി ഈ ഒരു കൺസിസ്റ്റൻസി വന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് അതിനെ ഒരു അരിപ്പയിലിട്ട് ഇതുപോലെ അങ്ങ് അരിച്ചെടുക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സ്റ്റീൽ അരിപ്പയാണ്, അതുകൊണ്ട് ഞാൻ ചൂടോടുകൂടി ഒഴിച്ചേക്കുവാന്നേ. പ്ലാസ്റ്റിക് ആകുമ്പം ഇച്ചിരി തണുത്തിട്ടേ ഒഴിക്കാവൂ. അതിലിരിക്കുന്ന കല്ല്, മണ്ണ് ഇങ്ങനെയൊക്കെ ഇരിപ്പുണ്ടല്ലോ, അഴുക്കുകൾ, ഇതെല്ലാം പോകാൻ വേണ്ടിയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ കുക്കർ 6 വിസിൽ വിട്ടു. ഇപ്പോൾ അത് ഇതുപോലത്തെ ഒരു തവി വെച്ചിട്ട് നമ്മൾ നല്ല പോലെ ഇങ്ങനെ ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കണം. അന്നേരം ഈ പരിപ്പും തുമരയില്ലേ, ആ തുമരയും അരിയും കൂടെ പച്ചരിയും കൂടെ വെന്ത് രണ്ടും കൂടെ മിക്സായി നല്ല കുഴഞ്ഞ് വരത്തുള്ളൂ. ഞാൻ ഇച്ചിരി തമിഴാന്നേ, അതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ തമിഴ് ചുവയും അതിന് വരുന്നുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അപ്പം ഇതുപോലത്തെ കൺസിസ്റ്റൻസിക്ക് വന്നു കഴിയുമ്പം നമ്മൾ അരിച്ച് വെച്ചേക്കുന്ന ഈ വെള്ളമില്ലേ, എന്തിൻ്റെ, ഉണ്ട ശർക്കരയുടെ ആ വെള്ളം ഇങ്ങനെ കുറേച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇളക്കി എടുക്കണം. ഈ കുറേച്ചായിട്ട് ഒഴിച്ച് ഇളക്കി എടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ലംസ് വരാതിരിക്കാൻ, അതായത് കട്ടയായിട്ട് ഇങ്ങനെ കട്ടയായിട്ട് വരത്തില്ലയോ, അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കുറേച്ച് ഒഴിച്ച് അത് നല്ലപോലെ മിക്സാക്കി രണ്ടും ഉണ്ട ശർക്കരയുടെ വെള്ളവും ശർക്കര വെള്ളവും നമ്മളെ പച്ചരിയും നല്ലപോലെ മിക്സാക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പാനിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് നല്ലപോലെ ചുമപ്പ് വരുന്ന രീതിയിൽ നല്ലപോലെ അങ്ങ് വറുത്ത് എടുക്കണം. ഈ ഒരു പരുവത്തിന് ഇപ്പോൾ നമ്മൾ മിക്സാക്കി വെച്ചേക്കുന്ന ആ പൊങ്കലില്ലേ, അതിൽ ഈ വറുത്ത് വച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും
എല്ലാം കൂടെ നെയ്യോട് കൂടി അതിന് മുകളിലോട്ട് ഒഴിച്ചിട്ട് കൂടുതലായിട്ട് ഒരു 3 സ്പൂൺ കൂടെ നെയ്യ് ഒഴിക്കുക. ഞാൻ 5 സ്പൂണല്ലേ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് 2 സ്പൂൺ മതിയെങ്കിൽ ആ 2 സ്പൂണോട് കൂടി നിർത്തിയാൽ മതി. ഇല്ല നെയ്യുടെ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നവർ 5 സ്പൂൺ എക്സ്ട്രാ ഒരു 3 സ്പൂണും കൂടെ ഇട്ട് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഒരു തവി കൊണ്ട്. ഇത് ഒരു 2-3 മിനിറ്റ്സ് ഇങ്ങനെ സിമ്മിൽ തന്നെ വെച്ചിരിക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ ഏലക്കായും കൂടെ പൊടിച്ച് അതിൻ്റെ മുകളിലങ്ങ് തൂവിയിടുക. അത് കഴിഞ്ഞിട്ട് ഒരു പിഞ്ച് സാൾട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടണം. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ മധുരം ഇച്ചിരി കഴിക്കുമ്പം ചിലർക്ക് പിടിക്കത്തില്ല. മധുരം ഇച്ചിരി ഒത്തിരി ഓവരാ, ചെലിക്കുന്നതെന്നൊക്കെ പറയും. ആ ചെലിക്കുന്നത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാൾട്ട് ഒരു പിഞ്ച് ചേർക്കുന്നത്. അങ്ങനെ ഏത് സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴായാലും നിങ്ങൾ ഇറക്കി വെച്ചിട്ടോ ഇല്ല പാല് വെച്ച് ചെയ്യുന്ന സ്വീറ്റിലൊക്കെ പായസമൊക്കെ ചെയ്യുമ്പം സ്റ്റവ് ഓഫാക്കിയിട്ടേ നമ്മൾ ആ സാൾട്ട് ഇടാവേ. അല്ലാത്തതിന് ഈ പൊങ്കലൊക്കെ വെക്കുമ്പം അതിൻ്റെ മേലിൽ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഇളക്കിയാലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഉണ്ടശർക്കരയ്ക്കകത്തും ചെറിയ സാൾട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പിഞ്ച് സാൾട്ട് അതിൽ മുകളിൽ ഇടുമ്പം ഈ സ്വീറ്റിൻ്റെ ആ ഒരു ഒത്തിരി മധുരം കാണിക്കുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അപ്പോൾ അത് അങ്ങ് കുറച്ച് കറക്റ്റ് ലെവലിന് ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ആ മധുരത്തിൻ്റെ ലെവൽ അങ്ങ് കുറച്ചങ്ങ് കൊടുക്കും. അപ്പോൾ അന്നേരം നമുക്ക് കഴിക്കുമ്പോഴേ ഒരു എന്താ പറയുന്നത്, ചെലിക്കുന്നതെന്ന് നമ്മൾ പറയത്തില്ല. ഇച്ചിരി കൂടെ വേണം കഴിക്കാൻ, ഇച്ചിരി കൂടെ വേണമെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും. നമ്മുടെ ശർക്കര പൊങ്കൽ റെഡി.